MSFന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ സ്കൂളുകളിലും കോളേജുകളിലും വിദ്യാഭ്യാസം നേടുന്നവരാണ്. ഈ കലാലയമൊക്കെ തന്നെയും വിദ്യാർത്ഥി രാഷ്ട്രീയമുണ്ട്. അതിലെ വക്താക്കളായി അനേകം വിദ്യാർത്ഥികളുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി കൊണ്ടാണ് MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ നമ്മൾ നേരത്തെ സെഷൻ ആരംഭിക്കുമ്പോൾ ക്ലാസ് അവതരിപ്പിച്ച അനസ് നിങ്ങളോട് ചോദിച്ചത്, ആരാണ് കഴിഞ്ഞ 4 ദിവസത്തെ ഉള്ളിൽ തന്റെ മാതാവിന് മുത്തം കൊടുത്ത് ഈ സദസ്സിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ തന്റെ മാതാവിനോട് മുത്തം കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചു. കേവലം വിരലെണ്ണാവുന്ന വിദ്യാർത്ഥികൾ അതിന് ഉത്തരം നൽകുകയും ചെയ്തു. ഞാനിത് പറയുന്നത് MSFന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം രാഷ്ട്രീയ പ്രവർത്തനമല്ല, മറിച്ച് തന്റെ കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കുകയും തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുകയും തന്റെ നാടിനു വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രഭാഷണങ്ങളൊക്കെ തന്നെയും നിങ്ങൾ കേട്ടിട്ടുള്ളത്. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെയും തന്റെ കലാലയത്തിലെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, തന്റെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ, തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഭാവി കാലങ്ങളിൽ ആളെ കൂട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അവരെ പഠിപ്പിക്കുന്നത് തന്റെ മാതാപിതാക്കളുടെ കടമയാണ്, തന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ്. അത്തരം രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രമാണെന്ന് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. MSF കോഴിക്കോട് ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മിസ്റ്റർ ഫിലിയോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം റേഡിയോയിൽ നിന്ന് TV-യിലേക്ക് വരാൻ 38 വർഷം പിടിച്ചു എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇന്റർനെറ്റിലേക്ക് വരാൻ 5 വർഷം പിടിച്ചെന്ന് പറഞ്ഞു. അവിടുന്ന് 19 ദിവസം കൊണ്ടും 19 മാസങ്ങൾ കൊണ്ടും പുതിയ കാലഘട്ടം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കഴിഞ്ഞ 10 വർഷം മുന്നേ ഇങ്ങനെ MSFന്റെ ഒരു വിദ്യാർത്ഥി സംഘടന സമ്മേളനം വിളിച്ചാൽ ഇത്ര മനോഹരമായ സദസ്സുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ കൊണ്ട് 10 വർഷം മുന്നേ ആളില്ലെന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. 10 വർഷം മുന്നേ ഇത്തരം ഒരു MSFന്റെ വിദ്യാർത്ഥി സമ്മേളനം നടക്കുമ്പോൾ ഇത്രയേറെ ഡിഗ്രി ഉണ്ടായിരുന്നവർ, PGക്ക് പഠിക്കുന്നവർ, BEd കഴിഞ്ഞവർ എന്ന് വേണ്ട ഇത്രയേറെ വിദ്യാഭ്യാസ സമ്പന്നനായ വിദ്യാർത്ഥികളെ കണ്ടില്ല ഒരു സദസ്സുണ്ടാകുമായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് 10ാം ക്ലാസ് കഴിഞ്ഞവർ, അതല്ലെങ്കിൽ മിനിമം ഒരു പ്രീ-ഡിഗ്രി എങ്കിലും കഴിഞ്ഞവർ മാത്രമാണ് ഉണ്ടാവുക. അതിൽ നിന്നും ഇത്തരത്തിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ, നിങ്ങളെ ഇത്തരത്തിലാക്കി തീർക്കുന്നതിൽ ഗണ്യമായ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ, നമ്മുടെ പ്രദേശത്ത് ഇത് പടർന്ന് പന്തലിച്ച് വരും തലമുറയ്ക്ക് ഒരു ആശ്വാസമേകാൻ, ആത്മാഭിമാനത്തോടുള്ള അന്തസ്സോടുകൂടിയുള്ള ഒരു നിലനിൽപ്പ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കാൻ ഈ പ്രസ്ഥാനം നമ്മുടെ അത്യാവശ്യമാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് MSF.